നമസ്കാരം. പാട്ടിൻ്റെ ആത്മാവറിയുന്ന ഒരാൾ, പാട്ടീണത്തിൻ്റെ മനസ്സ് തൊട്ടയാൾ, എപ്പോൾ കേട്ടാലും പുതുമയുള്ള കുറേ പാട്ടുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോയൊരാൾ, പാട്ടുകാരൻ, സംഗീത സംവിധായകൻ ശരത് സാർ ഈ ഓണനാളിൽ നമുക്കൊപ്പം ചേരുന്നു. സ്വാഗതം. നമസ്കാരം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓണമാണ്, ഓണത്തെക്കുറിച്ചൊക്കെ ചോദിക്കാം. അതിന് മുമ്പ് ഈ ആൾക്കാർക്ക്, ആസ്വാദകർക്ക് വേണ്ട പാട്ടുകൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കും? അല്ല, ആ ഒരു ചോദ്യം നല്ലൊരു ചോദ്യം തന്നെയാണ്. എങ്ങനെയാണ്? കാര്യം അത് നമ്മുടെ ബേസിക് ആഗ്രഹം അതാണല്ലോ. ഈ പാട്ട് ചെയ്യുന്ന പാട്ടുകളൊക്കെ ജനങ്ങളിലെത്തുക, അവരാസ്വദിക്കുക. ഒരു സംഗീത സംവിധായകൻ എന്നുള്ള നിലയിൽ നമ്മൾ ആസ്വദിക്കുന്നവരണമായിരിക്കുമല്ലോ നമ്മൾ ഡയറക്ടറിനെ കേൾപ്പിക്കുകയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട അത് ഓക്കെ ആവുകയും പിന്നെ അത് തന്നെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ജനങ്ങളിലെത്തുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. എല്ലാ കമ്പോസേഴ്സിൻ്റെയും ഇപ്പോൾ ലിറിക്സ് എഴുതുന്ന ആളുകളാണെങ്കിൽ പാടുന്ന ആളുകളൊക്കെ അവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജനഹൃദയങ്ങളിൽ ഒരു സ്ഥാനം നേടുക എന്നുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. അത് ഇപ്പോൾ സിറ്റുവേഷൻ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് എന്താ പറയുക, അദ്ദേഹം പറയുന്ന സിറ്റുവേഷൻ നമുക്ക് ഉള്ളിൽ എന്തെങ്കിലും ഒരു സംഗതി ജനിപ്പിക്കണം. അങ്ങനെ ഉണ്ടാകുന്നതാണ് ഓരോ ട്യൂണുകൾ. അപ്പോൾ പിന്നെ ചിലപ്പം നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ആയിരിക്കത്തില്ല, ഡയറക്ടറിൻ്റെ മനസ്സിലുള്ള ഒരു പേസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വഭാവം അതായിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും നമ്മൾ ഇതിനെ ഓപ്ഷൻ ചെയ്യുകയും അവസാനം ഒരു ട്യൂണിൽ എത്തിപ്പെടുകയൊക്കെ ചെയ്ത് സാധാരണ പണ്ട് കാലം പോലെ നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ശരി, ഇപ്പോൾ പാട്ടിലേക്കുള്ള ക്ഷണക്കത്ത് കിട്ടിയത് എങ്ങനെയാണ്? ഞാൻ ആദ്യമായിട്ട് ഒരു തമിഴ് ഒരു കാസറ്റാണ് ഞാൻ ചെയ്തത്. അതാണ് അവിടുന്ന് 10ാം ക്ലാസ് കഷ്ടിച്ച് രക്ഷപ്പെട്ടിട്ട് ഫാത്തിമ കോളേജിൽ ചേർന്നിട്ട് അവിടുന്ന് അപ്പോൾ മുങ്ങിയതാണ് ഞാൻ ചെന്നൈക്ക്. അപ്പോൾ ഇവിടെ വന്നൊരു വർഷം ആയപ്പോഴത്തേക്ക് ഞങ്ങളത് ചെയ്തു. അമ്മ തന്നെ ആയിരുന്നു പ്രൊഡ്യൂസർ. അമ്മയായിരുന്നു നമ്മുടെ ഒരു സപ്പോർട്ട്. അമ്മയ്ക്ക് അതുപോലെ ഉഗ്ര സപ്പോർട്ടായിരുന്നു അച്ഛൻ. അപ്പോൾ ഇവർ രണ്ടുപേരും ഇല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാനെന്നാത് പഠിക്കാനും അത്ര ഒരു മിടുക്കനല്ലായിരുന്നു. എൻ്റെ അമ്മ ടീച്ചറായിരുന്നിട്ട് പോലും. അപ്പോൾ അമ്മയ്ക്ക് അത് നിർബന്ധമൊന്നുമില്ലായിരുന്നു. നമ്മൾ പഠിച്ച് എവിടെയെങ്കിലും ഒരു ജോലി മേടിച്ച് ആ സ്ഥാപനം നശിപ്പിക്കണമെന്നുള്ള ആഗ്രഹം അമ്മയ്ക്കും ഇല്ലായിരുന്നു. അപ്പോൾ അവന് പാട്ടല്ലേ ഇഷ്ടം, അവനങ്ങനെ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംഗീതം പഠിക്കാനാണ് ചെന്നൈയിൽ വരുന്നത്. ചെന്നൈയിൽ വന്ന് ആ സമയത്ത് ബാലമുരളി സാറ് അദ്ദേഹത്തിനെ കണ്ടിട്ട് അദ്ദേഹം വരാൻ പറഞ്ഞിരുന്നു. പിന്നെ രാജാ സാറിൻ്റെ ബ്രദർ ഗംഗാമരൻ സാറിനെ അവിടെ ട്രിവാൻഡ്രത്ത് ഒരു പ്രോഗ്രാമിന് കണ്ടു. സാറും വരാൻ പറഞ്ഞ് രാജാ സാറിനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആഗ്രഹങ്ങളും കൊണ്ട് എല്ലാവരും കയറുന്ന പോലെ വണ്ടി കയറി ഒരാളാണ് ഞാനും. പിന്നെ എനിക്ക് അവിടുന്ന് വണ്ടി കയറാനുള്ള ഒരു കാസറ്റിലാണോ പറ്റിക്കപ്പെട്ടത്? അല്ലല്ല, കാസറ്റിൽ ആരും പറ്റിക്കപ്പെട്ടില്ല. കാര്യം കാസറ്റ് എൻ്റെ അമ്മയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അമ്മ എന്നെ പറ്റിക്കത്തില്ലല്ലോ. അത് കഴിഞ്ഞിട്ടാണ് സിനിമയ്ക്ക് മുന്നേ ഈ ഒരു കാസറ്റ് റിലീസാവുകയും അത് സുരേഷ് കാന്തൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നവോദയ ജിജോ സാറിൻ്റെ ഫ്രണ്ട്, അദ്ദേഹം വഴി ഇത് MSV സാറിൻ്റെ കയ്യിലെത്തുകയും MSV സാറ് വൈരമുത്ത് സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ചിന്നപ്പയ്യ ഒരു പണം കൊടുക്കല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വൈരമുത്ത് സാറ് പറഞ്ഞ ഒരു ഡയറക്ടർ കോണ്ടാക്ട് ചെയ്യും. ഇപ്പോൾ കമ്പോസ് ചെയ്യാൻ കഴിഞ്ഞ് പാട്ടൊക്കെ വൈരമുത്ത് സാറ് തന്നെയാണ് എഴുതിയത്. അപ്പോൾ റെക്കോർഡ് ചെയ്തു. ചിത്ര ചേച്ചി ഒക്കെ പാടിയത് മനോ. അപ്പോൾ കുറേ സന്തോഷം. അത് ഒരു കാര്യം, ആദ്യത്തെ ഒരു വർക്കെന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഫിലിമാണ്. വൈരമുത്ത് സാർ എഴുതുന്നു, മനോ പാടുന്നു, ചിത്ര ചേച്ചി പാടുന്നു. അപ്പോൾ ഒരു സന്തോഷമായിരുന്നു. എല്ലാ റെക്കോർഡിങ് സമയത്ത് വരെ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ടിരുന്ന പ്രൊഡ്യൂസർ കാശ് കൊടുക്കേണ്ട ഒരു സാധനമായിരുന്നു. ഉമ്മയും പോയി, എല്ലാം പോയി. അത് എവിടെ പോയെന്നൊരു എത്തുപിടിയും കിട്ടുന്നില്ല. ഇതുവരെ അദ്ദേഹത്തിനെ കണ്ടു കിട്ടിയിട്ടില്ല. എന്നെങ്കിലും ഞാൻ തട്ടിപ്പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഒരു നോക്ക് എനിക്ക് കാണണമെന്നുണ്ട്. വേറൊന്നിനും അല്ല, ചുമ്മാ രസത്തിന്. അതൊരു വല്ലാത്ത അടിയായിപ്പോയി. കാര്യം പേയ്മെൻറ്റ് ചോദിക്കും പൈസ അല്ലെങ്കിൽ. പിന്നെ എൻ്റെ അമ്മയുടെ അടുത്ത് പോയിട്ട്, ഇതൊന്നും കള്ളത്തരമല്ല, അമ്മയുടെ മാലയും ഒക്കെ പണയം വെച്ചിട്ടാണ് ഞാൻ പൈസ കൊടുത്തത്. അപ്പോൾ അങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. ശേഷമാണ് ക്ഷണക്കത്ത്. ആദ്യത്തെ ആൽബം ആ കാസറ്റ് വഴിയാണ് MSV സാർ വഴി, ഇങ്ങനെ വൈരമുത്ത് സാർ വഴി എനിക്ക് ഒരു ഫിലിം ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഈ കാസറ്റാണ് നമ്മുടെ സുരേഷ് കാന്ത് സാർ, ഞാൻ പറഞ്ഞു മാറിപ്പോയി.
ഈ കാസറ്റാണ് നമ്മുടെ ഫിലിമിൻ്റെ ചെയ്ത ഒരു പാട്ട് ചുമ്മാ ഒരു ഡെമോ എന്ന് പറഞ്ഞെടുത്തിട്ട് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ കൊടുത്തതിൽ ഒരാളാണ് സുരേഷ് കാന്തൻ അണ്ണാച്ചി. അദ്ദേഹം നമ്മുടെ ജിജോ സാറിനെ ഇത് കേൾപ്പിക്കുകയും സാറിനത് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇപ്പോൾ നവോദയയുടെ ഫിലിം ചെയ്യാനാണ് എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത്. അതും ടി.കെ. രാജീവ്കുമാർ എന്നായിരുന്നു ഡയറക്ടർ. അപ്പോൾ രാജേട്ടൻ പിന്നെ നല്ല ഒരു സെൻസിബിൾ ആളാണ്. അദ്ദേഹം പഴയ കോങ്കോ പിള്ളേരൊക്കെയാണ്. അപ്പോൾ നമ്മളൊരു ട്യൂൺ പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് മനസ്സിലാവും, കണക്ട് ചെയ്യും. മറ്റേത് എല്ലാ ഓർക്കസ്ട്രയും കൊണ്ടിട്ട് വായിച്ച് കേൾപ്പിക്കാനുള്ള ഒരു അങ്ങനെ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മളൊരു ഹാർമോണിയം വെച്ചിട്ട് ഒരു ട്യൂൺ ഇട്ടാലും അത് ഞാൻ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഒരു ധാരണ ഡയറക്ടറിന് വേണം. അപ്പോൾ അങ്ങനെ അത് കമ്പോസ് ചെയ്തിട്ട് അതൊട്ട് നടന്നതുമില്ല. ആ പടം അതിന് അതേ കഥയുമായിട്ടൊരു ബന്ധമുള്ള വേറൊരു പടം നമ്മുടെ പപ്പേട്ടൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അത് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഞാനും കൈതപ്പുറം അണ്ണാച്ചിയൊക്കെ ഇരുന്ന് ആ കുറ്റിക്കാട്ടിലൊക്കെ ഇരുന്ന് കമ്പോസ് ചെയ്തതാണ്. അതിൻ്റെ വിഷമം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു, നടക്കാത്തതന്നെ. പിന്നെ അത് കഴിഞ്ഞും ഒരു 1.5 വർഷം കഴിഞ്ഞിട്ടാണ് ക്ഷണക്കത്ത്. അതിൻ്റെ രാജീവേട്ടൻ തന്നെ ആയിരുന്നു ഡയറക്ടർ. അപ്പോൾ ഇതിലെ 2 പാട്ട് അങ്ങോട്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് പാട്ടുകൾ, അതായത് കൈനിറയെ പാട്ടുകൾ മലയാളിയിൽ കൊടുത്തിട്ടില്ല. പക്ഷെ കൊടുത്തതെല്ലാം കൈക്കുമ്പിളിൽ ഭദ്രമാക്കി വെക്കാവുന്ന സുന്ദരമായ പാട്ടുകളായിരുന്നു. ഈ പാട്ടിന് വേണ്ടി സ്വയം സമയം ചെലവഴിക്കേണ്ടെന്ന് തീരുമാനിച്ചതാണോ, അത് വന്നു ചേരാത്തതാണോ, മാറ്റി നിർത്തപ്പെട്ടതാണോ? അതെനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ. അത് കൃത്യമായിട്ടുള്ളൊരു ഉത്തരവില്ല എനിക്ക്. അത് നമ്മൾ എന്താ പറയണ്ടേ, ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പം ഹിസൈനസ് അബ്ദുള്ള എന്നുള്ള ഫിലിമിൽ എന്നെ രവീന്ദ്ര മാസ്റ്റർ പാടാൻ വിളിക്കുമ്പോൾ മോനെ രാജാ പാടാ നീ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു താങ്ക് യു. അപ്പോൾ നെടുമുടി വേണിച്ചേട്ടന് വേണ്ടിയുള്ള പോർഷനാണ് ഞാൻ പാടിയത്. അത് പാടിക്കഴിഞ്ഞപ്പോൾ ഞാനൊരു ഒറ്റ ടേക്ക് പാടിക്കഴിഞ്ഞാൽ ഞാൻ വരച്ച് ഇനി മലയാള സിനിമയിലെ എല്ലാ പാട്ടുകളും ഞാനായിരിക്കും. ഞാൻ ഈ പാട്ടുകളൊക്കെ എങ്ങനെ ഇത്രയും സമയം കിട്ടത്തില്ലല്ലോ എന്നൊക്കെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒറ്റ മനുഷ്യൻ വിളിക്കുന്നില്ല. അതുപോലൊരവസ്ഥയാണ് ഇപ്പോൾ ക്ഷണക്കത്തിലെ പാട്ടുകളൊക്കെ ഹിറ്റായിട്ടും പിന്നെയും അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഫിലിമിനെ എനിക്ക് ചെയ്യാൻ പറ്റും. ഒച്ചാൾ പട്ടാളവും ടി.കെ. രാജീവ്കുമാർ സാറിൻ്റെ തന്നെ ഫിലിമാണ്. അപ്പോൾ അതുവരെ വേറെ ആരും പിടിച്ചില്ല. അത് ആ ഫിലിം ഓടിയില്ലെന്നുള്ള ഒരു കാര്യം. പക്ഷേ ആ ഫിലിം ഓടിയില്ലെന്ന് പറഞ്ഞ് സംഗീത സംവിധായകൻ ഓടേണ്ട കാര്യമില്ലല്ലോ. അതൊരു മണ്ടത്തരം. അത് ഈ സിനിമ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, ആവശ്യമില്ലാത്ത ഈ ഒരു മണ്ടത്തരമായിട്ടുള്ള വിശ്വാസങ്ങളും. അത് ഒരു ഫിലിമെന്ന് പറഞ്ഞാൽ ഒരു ഫുട്ബോൾ കളി പോലെയാണ്. എല്ലാവരും നന്നായിട്ട് ചെയ്താലേ അതിനൊരു ഗുണമുള്ളൂ. അല്ലാതെ ഒരാൾ ഇപ്പോൾ മ്യൂസിക് ഡയറക്ടറുടെ കുഴപ്പം കൊണ്ട് ആ പടം ഓടുന്നത് അതെന്ത് മണ്ടത്തരം. അങ്ങനെയാണെങ്കിൽ ആ പാട്ടുകൾ ഹിറ്റാവാതിരിക്കണ്ടേ, അതല്ലേ വേണ്ടത്. അപ്പം അങ്ങനെയുള്ള ശരിക്കും വിശ്വാസങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾ കൊണ്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും ക്ഷണക്കത്തിൽ ഇത്ര മനോഹരമായ പാട്ടുകൾ വന്ന ശേഷം തുടരെ പാട്ടുകൾ വരേണ്ടതാണ്. അങ്ങനെ വന്നതാണോ, വന്നതിന് ശേഷം മാറ്റപ്പെട്ടതാണോ? അല്ല, 1-2 ഒക്കെ വന്നു. അപ്പോൾ ഈ ഫിലിം ഓടാത്തപ്പോൾ പിന്നെ അവരും പോയി. അവനെ പറഞ്ഞിട്ട് കാര്യമല്ല. നമുക്കത് എനിക്ക് ആ സമയത്ത് വിഷമമായിരുന്നു. നമ്മളൊരു ഫിലിം ചെയ്തിട്ട് ആ പാട്ടുകൾ അത്ര ഹിറ്റായി, എല്ലാവരും എന്താ പറയേണ്ടത്, നമ്മുടെ കേരളക്കര മുഴുവൻ നെഞ്ചിലേറ്റിയ പാട്ടുകളാണ്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷമാണ്. പിന്നെ അതിനുശേഷം ഫിലിമും ഇല്ല. ഒരു അഡ്വാൻസ് തന്നവർ വരെ അഡ്വാൻസ് പോലും തിരിച്ച് മേടിച്ചില്ല, വന്നതേ ഇല്ല. ഇളയരാജ ഇങ്ങനെ അഭിനന്ദിച്ചിട്ടുണ്ട്. KS ചിത്രയുമായി അത്രമേൽ അടുപ്പമുണ്ട്. യേശുദാസ് പോലും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കരിയറിൻ്റെ കൃത്യമായ ഇടവേളകളിൽ ചേർത്ത് പിടിക്കേണ്ടവരൊക്കെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ രവീന്ദ്ര മാഷിൻ്റെ കാര്യം പറഞ്ഞു. ഇളയരാജ നവരത്ന മോതിരം. രാജാ സാറെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കാണുക എന്നുള്ളത് ഒരു സ്വപ്നമായിരുന്നു അന്നേ. വളരെ ചെറുപ്പം മുതൽ ഒരു രാജാ സാറിൻ്റെ ഫാനെന്നൊന്നും പറഞ്ഞാൽ പോരാ, പ്രൊപ്പല്ലർ എന്നൊക്കെ പറയണം. അത്ര ഒരു ഹാർഡ് കോർ ഫാൻ. കാര്യം എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കമ്പോസർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ നമ്മൾ ദൈവം പോലെ ഇപ്പോഴും കാണുന്നു. അപ്പോൾ സാറിനെ ഇവിടെ വന്ന് കാണാമെന്ന് പറഞ്ഞ് ഈ പ്രസാദ് സ്റ്റുഡിയോയിൽ എത്രയോ നാൾ നടന്ന് ഒരു 8-9 ബാറ്റ ചെരുപ്പ് തേഞ്ഞു എന്നുള്ളതല്ലാണ്ട് സാറിനെ ഒന്ന് കാണാൻ പറ്റും. പിന്നെ അത് വിട്ടു, ആഗ്രഹം വിട്ടു. നമുക്കൊരു പരിധി വരെ ട്രൈ ചെയ്തിട്ട് പിന്നെ അതിന് സ്കോപ്പില്ലെന്ന് തോന്നുന്ന ഒരവസ്ഥ വരുമല്ലോ. അപ്പം അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞു. അതിനുശേഷം ഇങ്ങനെ എന്നെ നമ്മൾ രാജാ സാറിൻ്റെ സ്റ്റുഡിയോയുടെ തൊട്ട് മുമ്പിലൊരു ശരവണ ഭവനുണ്ട്. അപ്പോൾ അവിടെ നല്ല കാപ്പിയാണ്. ഞാൻ ശരവണ ഭവനാണ് സ്ഥിരം. ഇപ്പോൾ എൻ്റെ പല ഫ്രണ്ട്സും ഈ രാജാ സാറിൻ്റെ സ്റ്റുഡിയോ എന്ന് വിളിക്കുക എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് ഈ വഴിയിൽ നിൽക്കുമ്പോൾ എന്നെ പിടിച്ചിട്ട് വേടാ കാപ്പി കുടിക്കുക എന്ന് പറഞ്ഞിട്ട് കുടിച്ചോ അങ്ങനെ പറ്റിച്ചിട്ടുണ്ട് കുറേ. അപ്പോൾ ഇവിടുന്ന് വിളി വന്നപ്പോഴും
ഞാൻ വിചാരിച്ചു ഇത് പറ്റിക്കാനായിരിക്കുമെന്ന്. അപ്പോൾ അത് ഞാനെന്ത് വിളിച്ചു നോക്കി, അപ്പോൾ പ്രസാദ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് പേടിച്ച് ഞാൻ. അപ്പോൾ ഒന്ന് പെട്ടെന്ന് പോയി കുളിച്ച് ഒരു 5 മിനിറ്റ് ഒരു ക്യാപ്സ്യൂൾ പ്രാക്ടീസൊക്കെ നടത്തിയിട്ട്, കാര്യം സാക്ഷാൽ രാജാസാറിനെ അല്ല കാണാൻ പോകുന്നത്. അദ്ദേഹത്തെ വന്ന് കണ്ടതും അവിടെ ഞാൻ ഒരു വർണ്ണം പാടിയതൊന്നും എനിക്ക് ഒരു എത്തും പിടിയില്ല. അങ്ങനെ രാജാ സാറ് പാടാൻ പറഞ്ഞ് അദ്ദേഹം തന്നെ രചിച്ച ഒരു പാട്ട് അത് പാടിക്കഴിഞ്ഞ് ഇത് അദ്ദേഹം ഇപ്പോൾ കൺസോളിനകത്ത് തന്നെയാണ് നിന്ന് പാടേണ്ടത്. അത് പ്ലേ ചെയ്തു, ഒരു തവണ പ്ലേ ചെയ്തു, 2 തവണ പ്ലേ ചെയ്തു. ഞാൻ വിചാരിച്ചു വല്ല ചീത്തയും പറയുമോ സാർ. പറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് രാജാ സാറിൻ്റെയൊക്കെ കയ്യിൽ നിന്ന് നമുക്ക് ചീത്ത കേൾക്കാൻ സന്തോഷവും. കാര്യം അതവർ ആ ലെവലിലുള്ള ദൈവങ്ങളല്ലേ. ഇപ്പോൾ സാറിൻ്റെ അടുത്തേക്ക് വന്ന് എന്നെ ഇങ്ങനെ കവിളിൽ പിടിച്ചിട്ട്, നീ ഇത്ര നാൾ എവിടെ ആയിരുന്നു ചോദിച്ചു. ഈ ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ ഒരു അയ്യോ എന്ന് പറഞ്ഞു, ഒരു ഭീകര നിലവിളി. സാറിൻ്റെ കർച്ചീപ്പെടുത്ത് എൻ്റെ കണ്ണീരൊക്കെ ഒപ്പി. ഇത് ഡെഫിനറ്റായിട്ട് ഇത് രാജാ സാറ് കാണും, സാറിന് അറിയാം. അപ്പോൾ ഞാൻ ഇമോഷണലി ആകെ ഞാൻ കരഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. സാറിൻ്റെ അടുത്തും പറഞ്ഞില്ല, ഞാൻ റെക്കോർഡ് സ്റ്റുഡിയോ വന്ന് നമ്മുടെ എഞ്ചിനീയറുടെ അടുത്തും പറഞ്ഞില്ല, എൻ്റെ വൈഫിൻ്റെ അടുത്ത് പോയിട്ട് ഇത് പറഞ്ഞിട്ടില്ല ഇത് നടന്ന സംഭവം. കാര്യം എനിക്കത് അതുകൊണ്ട് എൻ്റെ ഉള്ളിലേക്ക് അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ആയതുകൊണ്ട് പറഞ്ഞില്ല. അടുത്ത ദിവസം രാവിലെ ഒരു 7 മണിക്ക് പിന്നെയും സാറിൻ്റെ അടുത്ത് നിന്ന് ഫോൺ വന്നു. പറഞ്ഞു ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പൊട്ടത്തെറ്റ് പാടിക്കാണ്, അങ്ങനെ വിളിക്കാമെന്ന് പറഞ്ഞ് പോയപ്പോൾ രാജാ സാർ, സാക്ഷാൽ രാജാ സാർ പറഞ്ഞാണ്, ഇന്നലെയൊക്കെ നിൻ്റെ പാട്ട് തന്നെ ആയിരുന്നു ശരത്ത് എൻ്റെ തലയിൽ. എനിക്കത് കുറേ സന്തോഷമായി. അപ്പം ഞാൻ എന്തെങ്കിലും തന്നാൽ നീ വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും സാർ കാശ് തരല്ലേ, വേണ്ട സാർ, കാര്യം ഇതാ ഇങ്ങനെ ഒരു പാട്ട്, അങ്ങയുടെ ഒരു പാട്ട് കിട്ടിയത് എൻ്റെ മുമ്പത്തെ ജന്മങ്ങളുടെ ഒരു പുണ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ കാശ് വേണ്ട സാർ, കാശില്ല. ഈ മ്യൂസിക്കിന് കാശ് തരാൻ പറ്റുമോ എന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് സാറ് ക്ലാസ്സൊക്കെ എടുത്ത് അന്നേരം ഞാൻ പറഞ്ഞു സാർ കാശ് എന്നാലും വേണ്ട, കാശില്ല. ഇളയരാജ മനസ്സറിഞ്ഞ് മനസ്സ് നിറഞ്ഞ് നിനക്ക് എന്തെങ്കിലും തന്നാൽ നീ സ്വീകരിക്കത്തില്ല. ഞാൻ സ്വീകരിക്കും, കൈ നീട്ടും എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു നവരത്ന മോതിരം ഇട്ടു. കൂടുതൽ പറയാനൊന്നുമില്ല, അന്നേരം ഒറ്റപ്പാട്ടേ പാടിയുള്ളൂ. അപ്പോൾ അതിന് തന്നെ സാർ ഇങ്ങനെ വിളിച്ചത് തന്നപ്പോഴത്തേക്ക് വല്ലാത്തൊരവസ്ഥ. എനിക്ക് തോന്നുന്നു ആരെയും അദ്ദേഹം ഇങ്ങനെ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഫസ്റ്റ് പാട്ട് പാടിയതിന് എനിക്ക് ഒരു മോതിരം കിട്ടണമെന്നുള്ളത് എൻ്റെ തലയിലെടുത്താണ്. അതാണ്, അല്ലാതെ എവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ആരുമല്ല. പക്ഷെ അത് നമുക്ക് അതിനുള്ള പ്രാപ്തം ഉണ്ടായി എന്നുള്ളത് എൻ്റെ അച്ഛനമ്മ ചെയ്ത പുണ്യം, അത്രേ ഉള്ളൂ. ശരി, നമുക്കൊരു ഗായകൻ എന്ന നിലയ്ക്ക് ഒരു പാട്ട്. മേഘരാഗങ്ങളെ തൊട്ടുണരുന്നതാ മണ്ഡൂകമന്ത്രം ദൈവതം അശ്വരവങ്ങൾ ആജ്ഞാചക്രത്തിലുണർത്തും സ്വരരൂപം ദൈവതം. ഇത് ഞാൻ പാടിയ പോർഷൻ തന്നെ, ഒരു സ്വരവും കൂടെ ഉണ്ട്. ഇതൊരു ചേഞ്ചിന് ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ശരി, ഇപ്പോൾ പാട്ടുകൾ ഓരോന്നായിട്ട് എടുത്താൽ, ഇപ്പോൾ ശ്രീരാഗമോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ താളമയഞ്ഞു, അങ്ങനെ വന്ന പാട്ടുകൾ. ഇപ്പം ഞാൻ ആ പാട്ടുകളൊക്കെ കാറിൽ ചെന്നൈയിലേക്ക് വരുമ്പോൾ കേട്ടതാണ്. ഇപ്പോൾ ശരത് സാറിന് ഇൻ്റർവ്യൂ ചെയ്യാൻ പോകും, സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എപ്പോഴെങ്കിലും ഈ പാട്ട് അല്ല, ഇപ്പോഴെങ്കിലും അല്ല, കൂടുതൽ കേട്ടിരിക്കണം, ഉറപ്പിക്കണം മനസ്സിൽ. അപ്പോൾ എനിക്ക് തോന്നിയൊരു സംശയമാണ്, ഈ ബഹളമല്ല, പാട്ടുകൾക്കൊരു പതിഞ്ഞ വേഗമാണ്, പക്ഷെ അത് ഉള്ളിലേക്ക് പിടിച്ചിരുത്തുന്നതാണ്. അത് ബോധപൂർവമാണ്. അതും ബോധപൂർവമല്ല, ബോധം ഉണ്ടായിട്ട് വേണമല്ലോ, ബോധപൂർവം അല്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഓരോ സിറ്റുവേഷൻസ് എന്നെ എത്ര സ്വാധീനിച്ചിട്ടുണ്ടോ അതിനുള്ള ഒരു ഐറ്റം ആയിരിക്കണമല്ലോ എൻ്റെ മനസ്സിൽ നിന്ന് വരുന്നത്. അപ്പോൾ അത് അങ്ങനെ സംഭവിച്ചിട്ടുള്ളതാണ് എല്ലാ പാട്ടുകളും. പിന്നെ ഞാൻ അഹങ്കാരത്തിന് പറയുന്നതല്ല, അത് നിങ്ങൾ TK രാജീവ്കുമാർ സാറിനോട് ചോദിച്ചാൽ മനസ്സിലാവും. ഞാൻ ഒരു പാട്ടിന് അധികം നേരെ എടുക്കാറില്ല, കമ്പോസ് ചെയ്യാൻ അധിക സമയമേ ഞാൻ എടുക്കാറില്ല. പെട്ടെന്ന് അത് ദൈവാധീനം. നമുക്കൊരു സിറ്റുവേഷൻ പറയുമ്പോൾ ഒരു ട്യൂൺ വരും എനിക്ക്. അത് ഈ രാജാ സാറിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എൻ്റെ മുമ്പിൽ വെച്ച് സാറിന് ഒരു വരികൾ കിട്ടിയപ്പോൾ ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ചിട്ട് അങ്ങ് പാടിയത് സാർ, ഒന്നും വായിച്ച പോലും നോക്കിയില്ല. അപ്പം ഞാൻ ചോദിച്ചു സാർ ഇത് എങ്ങനെ പറ്റുന്നത്, എങ്ങനെയാണ് സംഭവം? അപ്പോൾ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, അത് ഇതൊക്കെ ഈ ട്യൂണൊക്കെ ഉണ്ട്, മേളിലുണ്ട്, എന്നെ ഒരു ടൂളായിട്ട് ദൈവം അങ്ങനെ അവിടെ നിന്നുള്ള ട്യൂൺ ഞാൻ വഴി കേൾപ്പിക്കുന്നതേ ഉള്ളെന്ന്. ഞാൻ പറഞ്ഞു സാർ അതൊക്കെ ശരിയായിരിക്കും, പക്ഷേ സാറ് തന്നെയാണ് ഞങ്ങൾക്കൊക്കെ ദൈവം എന്ന് പറഞ്ഞ പോലെ. ഒരു ട്യൂണെന്ന് പറഞ്ഞാൽ നമ്മളല്ലല്ലോ, അത് അവിടുന്ന് തന്നെ ദൈവം തമ്പുരാൻ തരുന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം ഒരു അറേഞ്ച്മെൻ്റ് ആണെങ്കിലും
നമ്മുടെ തലയിൽ വരണ്ടേ. ഞാൻ കുറച്ച് സ്ട്രെയിൻ ചെയ്തതാണ് മായാമഞ്ചലിൽ എന്നുള്ള പാട്ട്. സാധാരണ ഒരു പാട്ടൊരു മെലഡി ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ അത് ഇന്ന ഒരു അറേഞ്ച്മെൻറ്റ്, ആ ഫുള്ള് ഏകദേശം ഒരു സ്കോർ എൻ്റെ മനസ്സിൽ തന്നെ, പിന്നെ ഒന്ന് എഴുതിയാൽ മതി. ഇത് എനിക്കത് വന്നിട്ടേ ഇല്ല. എന്ത് ചെയ്യുന്ന അടുത്ത ദിവസം റെക്കോർഡിങ്ങാണ്. ഞാനിങ്ങനെ എന്താണിത്, പല സംഭവങ്ങൾ അത് നമ്മൾ ഈ കുത്തിയിരുന്ന് ചെയ്താൽ അത് ആർട്ടിഫിഷ്യലായി പോകും എന്നുള്ളത് എനിക്ക് 100% അറിയാം. എന്തെങ്കിലുമൊക്കെ ചെയ്യുക പാട്ടിന്, പക്ഷെ അങ്ങനല്ല. അതിന് വേണ്ട എന്തോ ഒരു ഐറ്റം ഉണ്ട്. ഞാൻ കിടന്നുറങ്ങി, ആലോചിച്ചൊരു 12 ആയപ്പോൾ ഉറങ്ങിപ്പോയി. എൻ്റെ പേപ്പർ ബുക്കൊക്കെ ഉണ്ട്, അതിനെൻ്റെ അടുത്ത് കിടന്നുറങ്ങി. ഒരു 3-3:30 മണിക്ക് ഞാൻ എണീറ്റ് പാട്ടിന് മൊത്തം സ്കോർ എഴുതി ഒരു മണിക്കൂറിനുള്ളിൽ മൊത്തം എഴുതി തീർന്ന് അടുത്ത ദിവസം പോയി നേരെ പ്രോഗ്രാമിൽ ടേക്ക്. ചിലത് അങ്ങനെയാണ്. അത് നമ്മൾ കുത്തിയിരുന്നാൽ ഒരു ഗും കിട്ടത്തില്ല. അതിന് ആ പാട്ട് ചെയ്യുമ്പം തന്നെ അതിൻ്റെ ഒരു കോഡ് പ്രോഗ്രഷൻ, അതിൻ്റെ ഇൻവേർഷൻസ് എല്ലാം എൻ്റെ തലയിൽ വരണം. അപ്പോൾ എങ്കിലും അതൊരു ഗുണമുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പാട്ടുകളെല്ലാം തന്നെ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് സ്ട്രെയിറ്റായിട്ട് ഹൃദയത്തിൽ കേൾവിക്കാരൻ്റെ ഹൃദയത്തിലാണല്ലോ വരേണ്ടത്. അതിനെ തലയിൽ കേട്ടിട്ടൊക്കെ പോകുന്നതിനകത്ത് കാര്യമില്ല. ഹൃദയത്തിലേക്ക് ഇറങ്ങണം ഏതൊരു മെലഡി ആണെങ്കിലും. അപ്പോൾ അതൊരു സന്തോഷം. ഇപ്പോഴും ഈ ഗാനമേള വേദികളിൽ മാലേയം എന്ന പാട്ട് ഒരുപക്ഷെ ഒരു ഫീമെയിൽ സിംഗറെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അതെ, അത് ചിത്ര ചേച്ചിയും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏത് സ്റ്റേജ് ഷോയിലും പാടിപ്പോകുന്ന ഒരു പാട്ടാണ്, അതിൻ്റെ ബേസാണ് അതിന് കാരണമെന്ന് പറയുന്നുണ്ട്. ആ പാട്ടിലേക്ക് വന്നാൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു സിറ്റുവേഷൻ? നമ്മൾ തച്ചോളി വർഗീസ് ശേഖറിൽ ലാലേട്ടനെ അമിതമായിട്ട്, ലാലേട്ടൻ്റെ ഈ മെയ്വഴക്കവും ഒക്കെ കണ്ട് ഭയങ്കര പ്രേമം തോന്നിയ ഒരു പെൺകുട്ടിയുടെ മനസ്സിലുള്ള വികാരത്തിൻ്റെ ഒരു വേലിയേറ്റമാണ് ഈ പാട്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഒരു ബേസിക് കളരിയും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു സെമി ക്ലാസിക്കൽ എന്നാൽ ഒരു ബാക്കിങ് കുറച്ചും കൂടെ ഒരു വെസ്റ്റേൺ ഫീൽ തോന്നുന്ന ഒരു ബാക്കിങ് കൊണ്ട് ചെണ്ടയിട്ട് കൊട്ടിയാലും ശരിയാവത്തില്ലെന്നുള്ളതുകൊണ്ട് അത് എല്ലാം ഒരു ആവശ്യാനുസരണം ഉപയോഗിച്ചുകൊണ്ടൊരു ഓർക്കസ്ട്രേഷൻ ആണെങ്കിൽ നന്നാവെന്ന് പറഞ്ഞ് കമ്പോസ് ചെയ്ത പാട്ടാണ് മാലയം. ആ മാലയം പാട്ട് ചെയ്തപ്പം തന്നെ അതിൻ്റെ ഒരു ഗ്രൂവ് എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. ആ പാട്ടിൻ്റെ ഒരു ഗ്രൂവാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നമ്മുടെ ശിവമണിയാണ് പ്രോഗ്രാം ചെയ്തേക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഓർക്കുന്നു, ഓരോന്നും തനി ലൈവ് കുറേ വായിപ്പിച്ചിട്ടുണ്ട് ഞാനതിൽ. അതൊക്കെ അദ്ദേഹം ഒരു വർക്ക് ചെയ്യാൻ അത്ര സുഖമുള്ള, എന്ത് പറഞ്ഞാലും ശിവ ഇത് വാസി എന്ന് പറഞ്ഞാൽ അടുത്ത് കാലയ്ക്ക് തരും. അത് മുഴുവൻ പാട്ടും പ്ലക്ക് ലൈവ് വായിച്ചതാണ്. അതിപ്പോൾ അദ്ദേഹത്തിനെ സമ്മതിക്കാം. അത് ഞാനിതിന് പെട്ടെന്ന് ഓർത്ത് മാലയത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ അത് അദ്ദേഹം റെക്കോർഡ് ചെയ്ത് ആ പാട്ട് ഇഷ്ടപ്പെട്ടിട്ട് അന്ന് മുകളിൽ മീഡിയ ആർട്ടിസ്റ്റിലായിരുന്നു റെക്കോർഡ് ചെയ്തത്. അപ്പോൾ അവിടെ വന്ന് കാർത്തിക് രാജ ഉണ്ടായിരുന്നു, രാജാസാറിൻ്റെ മകൻ. രാജാസാറിൻ്റെ മകനെ വിളിച്ചുകൊണ്ട് വന്ന് കേൾപ്പിച്ചു പാട്ട് ശിവമണി. അപ്പോൾ അന്നാണ് ഞാൻ കാർത്തിക് രാജ ആദ്യം കാണുന്നത്. അപ്പോൾ കണ്ട് അദ്ദേഹത്തിന് കുറേ ഇഷ്ടമായി. അപ്പം അങ്ങനെ ഇത് നല്ല എന്താ പറയേണ്ട ഒരു ഐറ്റം വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സുഖമാണ് മനസ്സിന്. നമ്മൾ കമ്പോസ് ചെയ്ത് കലക്കി എന്നുള്ളതല്ല. അപ്പോൾ അത് നമ്മുടെ ഒരു സൃഷ്ടിക്ക് കിട്ടുന്ന ഒരു കൈ ചെറുതാണെങ്കിലും ഒരു കയ്യടിക്കൊരു വാല്യൂ ഉണ്ട്. അത് നമുക്ക് കുറേ സന്തോഷമാണ്. അതാണ് മാലയം. പാട്ട് ചെയ്യുമ്പോൾ ഒതുക്കം വന്ന ഒരു ക്രമീകരണം ഉറപ്പായിട്ടുമുണ്ട്. അത് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുന്ന കാര്യത്തിലായാലും അത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്ന കാര്യത്തിലായാലും അത് പ്രകടമാണ്. ശരത് സാറിൻ്റെ പാട്ടുകളിൽ അത് പ്രകടമാണ്. ഈ ബഹളമുള്ള പാട്ടുകൾ വേണ്ടെന്ന് വെച്ചതാണോ, ചെയ്യാൻ താല്പര്യമില്ലാഞ്ഞിട്ടാണോ? അല്ല, ബഹളമുള്ള പാട്ടുകൾ ചെയ്യാനാണ് എനിക്ക് താല്പര്യം. പക്ഷെ എനിക്ക് കിട്ടിയൊന്നും അങ്ങനെയുള്ള ഫിലിമുകളല്ല. നല്ല പാട്ടുകൾ ഉണ്ടാക്കാനുള്ള ഫിലിം അത് എൻ്റെ ഭാഗ്യമാണ് സത്യത്തിൽ. പക്ഷേ കുത്തുപാട്ടുകളും എനിക്കിഷ്ടമാണ്. എന്തെങ്കിലുമൊക്കെ ഒരു ഒച്ച ഉണ്ടാക്കി ഇരിക്കാൻ താല്പര്യമുള്ള ഒരു മനുഷ്യനാണ്. പിന്നെ ഈ പാട്ടുകൾ ഞാൻ ചെയ്ത എല്ലാ പാട്ടുകളും എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ഇത് ഞാൻ തന്നെ എനിക്കിരുന്ന് എഴുതണം. അല്ലാതെ ഈ ഫുട്ബോൾ മാച്ച് പോലെ പാട്ട് ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കില്ല, പണ്ടേ ഇല്ല, ഇപ്പോഴും ഇല്ല. അത് ചിലപ്പം ബോറായാലും കുഴപ്പമില്ല. അത് എൻ്റേതായിരിക്കണം, എൻ്റെ കുഞ്ഞ് എൻ്റേതായിരിക്കണമെന്ന് എനിക്ക് 100%. അത് എനിക്കത് അങ്ങനെ തന്നെയാണ്. കൊള്ളരുതാതായിക്കോട്ടെ, ബോറാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ അതെൻ്റെ പാട്ടാണെന്ന് എനിക്ക്. അപ്പോൾ എൻ്റെ പാട്ടായിരിക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ കൂടുതൽ പാട്ട് പാടിയിട്ടുള്ള യേശുദാസാണ്. അദ്ദേഹത്തിന് മുന്നിൽ അത് പറഞ്ഞിട്ടുണ്ടോ? ഒരു ചേഞ്ച് വേണം, ഞാൻ തീരുമാനിക്കുന്നത് പാടണം. ദാസേനായിട്ട് എത്രയോ വഴക്കായിട്ടുണ്ട്. പക്ഷേ ദാസേൻ്റെ പിന്നെ മനസ്സിലാവും ഞാൻ പറയുന്നതിനകത്ത് കുറച്ച് ന്യായമുണ്ടെന്ന്. അതുകൊണ്ട് പിന്നെ അതിന് അടിയൊക്കെ കൂടിയാൽ പിന്നെ അങ്ങ് ശരിയാവും. അല്ലെന്നുണ്ടെങ്കിൽ ഏകദേശം 80% പാട്ട് ദാസേനാണ് പാടിയേക്കുന്നത്.
അപ്പോൾ എനിക്ക് നമ്മളൊരു പാട്ട് കമ്പോസ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ ആൾ പാടിയാൽ കൊള്ളാം നമുക്ക് അപ്പോഴാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ ഇപ്പം ദാസേട്ടനെ മനസ്സിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ചിത്ര ചേച്ചിയെ മനസ്സിൽ വെച്ചിട്ടോ ഞാൻ പാട്ട് കമ്പോസ് ചെയ്യാറില്ല. ചെയ്തതിന് സൃഷ്ടി ആയതിന് ശേഷം നമുക്ക് തോന്നിയത് ചിത്ര ചേച്ചി, അല്ലെങ്കിൽ ഇത് ദാസേട്ടൻ, ഇല്ല ഇത് MG അണ്ണാച്ചി, അതൊക്കെ നമുക്ക് തോന്നുന്നത് അതിന് ശേഷമാണ്. ഇപ്പോൾ എത്രയോ എനിക്ക് പാടിയിട്ടുള്ള എത്രയോ പാട്ടുകാരുണ്ട്. ഇപ്പോൾ നമ്മുടെ വേണുചേട്ടൻ, വിധു പ്രതാപ്, പിന്നെ അതുപോലെ നമ്മുടെ ശ്രീനിവാസ അണ്ണാച്ചി, കിണ്ണാച്ചി വരെ ആലാപ പാടിച്ചിട്ട് ചിത്ര ചേച്ചിയോടുണ്ട് പവിത്രത്തിൽ. TK രാജകുമാറിൻ്റെ ഫ്രണ്ടാണ് ശ്രീനിവാസനുണ്ട്, കൂടെ പഠിച്ചതാണ്. എന്നിട്ട് പോലും ഒരു ആലാപ അതിനകത്ത് കുത്തിക്കയറ്റാൻ ഞാൻ പെട്ട സ്ട്രെയിൻ. KS ചിത്ര ഒരു കൂടപ്പിറപ്പിനെ പോലെയാണ് അല്ലേ? അത് ഉറപ്പായിട്ടും 100%. അല്ല, ചേച്ചിയായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ ഒരു പാട്ട് ഫിലിമിലെന്ന് പറഞ്ഞ് പാടുന്നത് ചിത്ര ചേച്ചിയുടെ കൂടാണ്, ശ്യാം സാറിന് വേണ്ടി. അപ്പം അത് മറക്കാൻ പറ്റത്തില്ല. പൂവച്ചൽ ഖാദർ സാറിൻ്റെ രചന, ആ റെക്കോർഡിങ്ങും അത് ഒരു അനുഭവം തന്നെയായിരുന്നു. കാര്യം പേടിയായിരുന്നു എനിക്ക്. ഇപ്പോഴും ശ്യാം സാർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ സ്നേഹം ഉണ്ടെങ്കിലും ഉള്ളിലൊരു പേടി കിടപ്പുണ്ട്. ആ പഴയ ആ കമ്പോസർ ഇപ്പോഴും ഒരു വട്ടം ഒരു 10 തവണയെങ്കിലും ഒരു വോയിസ് മെസ്സേജ് അയക്കാതെ ഇരിക്കത്തില്ല സാർ, എന്തെങ്കിലും. കാര്യം ഞാനും അങ്ങനെ തന്നെ, ഒരു എന്താ പറയണ്ടേ, അദ്ദേഹത്തിൻ്റെ മകനെ പോലെ തന്നെ അത്ര സ്നേഹവും എന്ത് കാര്യത്തിനും ശ്യാം സാറിന് ഞാൻ വേണം. ഇപ്പോൾ ഈ അടുത്ത് ഏതൊരു ഫിലിം ചെയ്യണമെന്ന് പറഞ്ഞ് ഷറത്ത് നീ ഇരുതാ നാ പണ്ടേ ഇല്ലാണോ പണം വാട്ടെ എന്നൊക്കെ പറഞ്ഞു സാർ. ഇപ്പം ഞാൻ പറഞ്ഞു ചെയ്യാൻ സാർ, നമുക്ക് വിടണ്ട, നല്ല പൈസ വാങ്ങിച്ചോണെന്നൊക്കെ ഞാൻ ആ ശ്യാം സാറിനെ പറഞ്ഞ് ചീത്തയാക്കി വെച്ചിട്ടുള്ളത്. ഇത്ര നാൾ സാറൊന്നും സമ്പാദിച്ചിട്ടില്ല. അപ്പോൾ അത് ഇനിയെങ്കിലും സാറ് കാശുണ്ടാക്കട്ടെ എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യാം സാർ. ശ്യാം സാറ് സമ്പാദിച്ചിട്ടില്ല, ശരത് അടുത്ത് സമ്പാദിച്ചിട്ടില്ല. അതായത് എനിക്ക് കുറേ സ്ഥലത്തുനിന്ന് പൈസ ഇങ്ങനെ പ്രൊഡ്യൂസർമാർ പൈസ തരാതെ തന്നെ ഇഷ്ടം പോലെ പറ്റിച്ചിട്ടുണ്ട്. അത് ഞാൻ എല്ലാം തുറന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ടായിരിക്കണം എനിക്ക് പടമില്ലാത്തത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ റെക്കോർഡിങ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് അയ്യോ അതാ ഇവിടെ വെച്ചേക്കുന്നത് പോയി എടുത്തോ എന്ന് പറഞ്ഞാൽ നമ്മളുള്ള സാധനങ്ങളും എല്ലാം കൊടുത്തിട്ട് അവിടെ പോകുമ്പോൾ അയച്ചാൽ അത് എത്ര അനുഭവങ്ങൾ. അത് ഞാൻ എവിടെ വേണേൽ പറയും. എനിക്ക് കുറച്ചെങ്കിലും ക്യാഷ് കിട്ടി എനിക്ക് എന്താ പറയണ്ടേ, ഈ ഡെയിലി ബ്രെഡിന് ഞാൻ എന്നെ സഹായിച്ചത് അഡ്വർടൈസ്മെൻറ്റ്സാണ്, അല്ലാതെ സിനിമ കൊണ്ട് പൈസ കണക്കാണ്. അതെന്തുകൊണ്ടാണ് ഈ ശരത്ത് മാത്രം പറ്റിക്കപ്പെടുന്നത്? ഇപ്പം എല്ലാവരും എന്നെ കണ്ട് അങ്ങനെ തോന്നുമായിരിക്കും പറ്റിക്കാമെന്ന്. ചിലരെ കാണുമ്പോൾ നമുക്ക് തോന്നില്ല പിന്നെ എന്ത് പറ്റിച്ചാലോ, ആ കാറ്റഗറി ആയിരിക്കും ചിലപ്പോൾ. ഞാനതിൽ നിന്നാണ് ഞാനെടുത്ത് നോ പറയാതെ അല്ലെങ്കിൽ ആരെയും ഞാനൊന്ന് ഹേർട്ട് ചെയ്യത്തില്ല. കാര്യം ഇപ്പം ഈ പലരൊക്കെ ഇപ്പോൾ ഉള്ളൊരു ഞാനൊരു കാര്യം പറഞ്ഞാൽ എന്നെക്കുറിച്ച് ഈ കാണുന്ന ആൾ പലരുടെയും വിചാരം ഞാൻ ഭയങ്കര ഒരു അഹങ്കാരിയാണ്, ഞാൻ ഒരു 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 ബോറനാ, ഒരു കണിശ അതൊന്നുമല്ല, ഒരു അഹങ്കാരം കൊണ്ട് ഞാനങ്ങ് അഴിഞ്ഞാടി നടക്കുന്നു അങ്ങനൊന്നും അല്ല. ഞാനത് എൻ്റെ വൈഫ് പലപ്പോഴും പറയും, ശരത്തേണ്ട് ഇങ്ങനെ ഇപ്പോൾ കമൻസ് എടുത്ത് നോക്കിയാൽ തന്നെ പലരും അഹങ്കാരി എന്നുള്ളതാണ് എഴുതുന്നത്. ഇവർക്കൊക്കെ എന്തറിഞ്ഞിട്ടാണ് എഴുതുന്നത്? അപ്പോൾ അതുമായിട്ട് ഒരു ബന്ധവുമില്ല. കാര്യം ചുമ്മാ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ കുറേ ജീവിയും കുറേ മണ്ടത്തിലും ഉണ്ടെങ്കിൽ അങ്ങ് കാച്ചിയേക്കാന്നുള്ളത് അങ്ങനെയല്ലല്ലോ. ഒരാളെപ്പറ്റി എന്തെങ്കിലും അറിയാതെ എഴുതി ഒന്നും ചെയ്യരുത്. അപ്പോൾ എനിക്ക് അതിലൊരു കുറച്ച് വിഷമമുണ്ട് സത്യം പറഞ്ഞാൽ. ഞാനെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആരെയും ദ്രോഹിച്ചിട്ട് നമ്മളിപ്പോൾ ഈ റിയാലിറ്റി ഷോയിൽ എഴുതിയിട്ട് കുട്ടികൾ പാടുമ്പോൾ നമ്മൾ എന്തിനാ ഇങ്ങനെ പാടുന്നത് ചോദിക്കുക, അത് സത്യമായത് കൊണ്ടാണ്. അല്ലാതെ ആ കുട്ടി ഇപ്പം ബോറായിട്ട് പോയിട്ട് അതിമനോഹരമായിരുന്നു കുഞ്ഞ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതം അതോടെ തീർന്നു. എൻ്റെ വീട്ടിലൊക്കെ എന്നെ ക്രിട്ടിസൈസ് ചെയ്ത് എത്ര പാടിയാലും എൻ്റെ വീട്ടിലുള്ള ഫാമിലിക്ക് അവരൊന്നും തൃപ്തരല്ല ഞാൻ പാടിയ ഒരു പാട്ടിൽ. അപ്പോൾ കുറച്ചെങ്കിലും അവർക്കൊരു സന്തോഷം തോന്നിയ ഭാവയാമി എന്നുള്ള പാട്ടിലാണ് ഇച്ചിരി. അമ്മയ്ക്കൊക്കെ ഒരു ഇച്ചിരി അമ്മ ചിരിച്ചത്, അത്രയെങ്കിലും അമ്മയെ ചിരിപ്പിച്ചിട്ടാണ് അമ്മ പോയത്. അപ്പോൾ ഇത് ഞാനങ്ങനെ എല്ലാവരും കുറ്റം പറയുന്നൊരു സ്ഥലത്ത് കിടന്ന് വന്നത്. അതുകൊണ്ടാണ് എനിക്ക് എന്നെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇവരെ കൊണ്ട് ഒരു ഇത് ശരിയാണെന്ന് പറയിക്കണമല്ലോ എന്നുള്ള ഒരു ട്രാവലുണ്ടല്ലോ ചെറുപ്പം മുതൽ. അപ്പോൾ അത് അങ്ങനെയാണ് നമുക്കൊരു പെർഫെക്ഷൻ എന്ന് പറയുന്നത്, അത് വേണമല്ലോ എന്തായിരുന്നാലും. ഇപ്പോൾ ഞാൻ കച്ചേരി ചെയ്യുന്ന ആളാണ്. കച്ചേരി തുടങ്ങുമ്പോൾ ചില കച്ചേരിയൊക്കെ നമുക്കറിയാം ഇത് അങ്ങോട്ട് കയറി പോകുന്നില്ല, ഒരു ടേക്ക് ഓഫ് കിട്ടത്തില്ല. ചില കച്ചേരിയൊക്കെ അങ്ങനെ ആയിപ്പോൾ, ചിലത് കത്തിപ്പിടിക്കും. അത് ഓരോ ദൈവാനുഗ്രഹം പോലെ. ചിട്ടപ്പെടുത്തിയ പാട്ടുകളിൽ
പെട്ടെന്നൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ പാടത്തേ അല്ല ഞാൻ, ഏത് അത്രേ ഉള്ളൂ, വെരി സിമ്പിൾ. ഞാൻ പാടത്തേ അല്ല, പാടിയല്ല കുഴപ്പമുള്ളൂ, ചിട്ടപ്പെടുത്തിയ. അല്ലെങ്കിൽ ഞാൻ വേറൊരു കാര്യം പറയാം, കൃഷ്ണരാജേ, അല്ല ഞാൻ ചെയ്ത പാട്ടുകളിൽ അതിൽ എന്തൊക്കെ ടെക്നിക്കൽ കുഴപ്പങ്ങളുണ്ട്, അല്ലെങ്കിൽ കുറേയും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എൻ്റെ അറേഞ്ച്മെൻറ്റ്, അല്ലെങ്കിൽ മെലഡി കുറച്ചും കൂടെ ആക്കാമായിരുന്നു ഒക്കെ തോന്നിയ പാട്ടുകളാണ് എല്ലാം. അതെങ്കിലും ചിട്ടപ്പെടുത്തിയ ഏതെങ്കിലും ഒരു പാട്ട്. രാഗം മധുമയമാം രാഗം ആനാദം അനുപമലയകരനാദം ലാളനമായി നിരാമയമാം പരാഗണമായി ലാളനമായി നിരാമയമാം പരാഗണമായി ഉദയരാഗവരപതംഗമുണരുകയായി എന്നരിയ ഹൃദയമന്ത്രപതലങ്ങളുണരുകയായി വിദൂരതയിലാരാഗം മധുമയമാം രാഗം ആനാദം അനുപമലയകരനാദം. പാട്ടിൽ നിന്ന് കുറച്ചു നേരം പരസ്യത്തിലേക്ക് പോയാൽ ഒരു കാലത്ത് കടയിൽ ആരും ചെന്ന് കുട വേണമെന്ന് പറയാറില്ല, പോപ്പി വേണമെന്ന് പറയും. അതിനൊരു പ്രധാന കാരണക്കാരൻ അങ്ങാണ്. ആ പാട്ട് അതിലേക്ക് വന്നത്, അതും ഹിറ്റാണ്. ഹിറ്റെന്നല്ല, സൂപ്പർ ഹിറ്റാണ്. ഇപ്പോഴും ഞങ്ങളുടെ കാലത്തുള്ള ആൾക്കാരൊക്കെ ആ പാട്ട് പാടും. ഇല്ല, അതിൽ പ്രധാനമായിട്ട് പറയണമെങ്കിൽ അതിൻ്റെ ഡയറക്ടർ മാത്യു പോൾ, അപ്പോൾ അദ്ദേഹം ഇല്ലിപ്പോൾ നമ്മുടെ കൂടെ, ഒരു വൈബ്രൻ്റ് മനുഷ്യനാണ്. ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഞാൻ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി ആയിരിക്കണം മാത്യു പോൾ. നമ്മൾ വർക്ക് ചെയ്യാനും ഒക്കെ നമ്മുടെ ഒരു വളരെ രസികനാണ്. ഇത്രയും സെൻസ് ഓഫ് ഹ്യൂമറുള്ള ഒരു വ്യക്തി നമ്മുടെ കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് എനിക്ക് പറയാം. അത്രയ്ക്ക് നമ്മളെന്ത് പറഞ്ഞ ചെറിയ കാര്യമാണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് നമ്മൾ പോലും മനസ്സിലാക്കാത്ത അർത്ഥം മനസ്സിലാക്കിച്ചിരിക്കുന്ന ഒരാളാണ് മാത്യു പോൾ. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് ഒരു കുടയുടെ പരസ്യം അണ്ണാച്ചി എന്തെങ്കിലും നമുക്ക് ചുമ്മാ ഇരുന്ന് തിന്നിട്ട് എന്തെങ്കിലും സംസാരിക്കും. അതേ ഒരു 100 ഈ എന്താ പറയണ്ടേ, ഈ ആദ്യ മനുഷ്യരെ പോലുള്ള ഡ്രമ്മിങ് എല്ലാം അതിൻ്റെ പറഞ്ഞിട്ട് സാധനം ഒരാ ചെയ്ത് ഞാൻ പാടി കേൾപ്പിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ പോപ്പി ഇതൊക്കെ പറഞ്ഞിട്ട് ഇത് കൊള്ളാം അണ്ണാച്ചി, പക്ഷെ ഇത് എങ്ങനെ ഷൂട്ട് ചെയ്യാൻ നമ്മൾ കുറേ പൈസ ആകുമല്ലോ. ഞാൻ പറഞ്ഞു അല്ല അണ്ണാച്ചി, വിഷ്വലി ഭയങ്കര രസമായിരിക്കും. ഒരു 100 പേര് നിന്ന് കൊട്ടുമ്പോഴേ അന്ന് ഗ്രാഫിക്സ് ഒരു കുന്തവും ഇല്ല. പറഞ്ഞത് ഇത് കൊള്ളാമായിരുന്നു അണ്ണാച്ചി. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ വേണ്ട, നമുക്ക് വേറെ ഇങ്ങനെ ഒരു 7-8 എണ്ണം ഞാൻ പലതും പറഞ്ഞു. ഞാൻ അതിനേക്കാളും മറ്റായിരുന്നു അല്ല അണ്ണാച്ചി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരുന്നിരുന്ന് വൈകുന്നേരം ഒരു ചായ കൂടി ഞങ്ങൾ പോയി. അവർ വുഡ്ലാൻഡ്സിലായിരുന്നു താമസം. ഇവിടെ അദ്ദേഹം ഞാനും കൂടെ പോയി അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ പോയി ചായ കുടിച്ചിട്ട് വന്നു ഇരുന്നിട്ട്. ഞാൻ പറഞ്ഞു അണ്ണാച്ചി തന്നെ തെറ്റി പിള്ളേരൊക്കെ ഇറക്കി ഡാൻസ് ചെയ്തിട്ട് ഒരു സാധനം അയ്യോ ഇത് നല്ലതാണ് അണ്ണാച്ചി, അത് വെച്ച് പിന്നെ പിടിച്ച് പണി കൊണ്ട് തന്നല്ലേ സാറേ പോപ്പി അതൊക്കെ അതിൻ്റെ കൂടെ പിന്നെ വരിയായിട്ട് വന്നു. ഈ മഴ കൂടെയാണ് നമ്മൾ ചെയ്തത്. അപ്പം അണ്ണാച്ചി എടുത്ത് മഴ കൂട മഴ വന്ന പോപ്പിക്കൂട വന്നപ്പോഴത്തേക്ക് രസമാണ്. അത് പിള്ളേരും കൂടെ പാടിയപ്പോഴത്തേക്ക് ഒരു ഗുമ്മായി. അത് ഭീകര ഹിറ്റായിരുന്നല്ലോ. ശരി, നമുക്ക് റിയാലിറ്റി ഷോയിലേക്ക് വന്നാൽ ഇപ്പോൾ ഈ കൊടയൊക്കെ മടക്കി വെച്ചു. ഈ റിയാലിറ്റി ഷോകളെ ജനപ്രിയമാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചത് അണ്ണാച്ചിയാണ്. ഒരു സംശയമല്ല, അങ്ങയുടെ പ്രയോഗങ്ങൾ കുട്ടികളെ അത് പ്രധാനമായിട്ട് പറയുന്നത് നമ്മൾ അത് തുടങ്ങിയ സമയത്ത് കാര്യം എനിക്ക് ഇതിനെപ്പറ്റി അറിഞ്ഞൂടാ. കാര്യം നമ്മുടെ ശ്രീകരൻ അണ്ണാച്ചി പറഞ്ഞിട്ട് അജയൻ ഇതിൻ്റെ പ്രൊഡ്യൂസർ, നമ്മുടെ സ്റ്റാർ സിംഗറിൻ്റെ പ്രൊഡ്യൂസർ അജയനും ദിനേശ് സൗണ്ട് എഞ്ചിനീയർ ദേവസി സാറിൻ്റെ മകനാണ്. ദിനേശും കൂടെ എന്നെ സോപ്പിടാൻ വേണ്ടി ചെന്നൈയിൽ വന്ന് ചിത്ര ചേച്ചിയുടെ സ്റ്റുഡിയോയിൽ വന്നിട്ട് തിരിച്ചവരെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ വരത്തതല്ല, എനിക്കതൊന്ന് ഭയങ്കര വൃത്തികേട്. ഒന്നാമത് എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, മൈക്ക് കൈ കിട്ടി എനിക്ക് പറ്റത്തതില്ല, സംസാരിക്കാൻ പറ്റില്ല. പാടാൻ പറഞ്ഞാൽ അവിടെ എന്ത് ഇരുന്ന് പാടും, സംസാരിക്കാനും പറ്റത്തില്ല അജയ, അത് വേണ്ട. ഇല്ല ശരത്തേട്ടാ അങ്ങനല്ല, നമ്മൾ വേറൊരു രീതിയിൽ രസകരമായിട്ട് മത്സരം അല്ല എന്നൊക്കെ ഞാൻ പറയും. എന്ത് പറഞ്ഞാലും ഞാൻ വരത്തില്ല. അല്ല കൂടെ എം ജി അണ്ണാച്ചിയൊക്കെ ഉണ്ട്, എം ജി ശ്രീകുമാറുണ്ട് എന്നൊക്കെ പറഞ്ഞു.
ഞാൻ പറഞ്ഞു അണ്ണാച്ചി എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞ് എനിക്ക് പറ്റത്തില്ല അതാണ് ഇത്. ശരത്തേണ്ട ഒന്ന് വന്ന് നോക്കും, നമുക്കൊരു ഷെഡ്യൂൾ ഇരുന്ന് നോക്കും, കൊള്ളത്തില്ലേ വേണ്ട, എനിക്ക് മനസ്സില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നപ്പോൾ ആദ്യം പറഞ്ഞ് 40 ലക്ഷം രൂപയാണ് ശരത്തേട്ട ഇതിൻ്റെ പ്രൈസ്, വിൻ ചെയ്യുന്ന ആൾക്ക് കിട്ടുന്നത് 40 ലക്ഷവും. ഒരു 5000 ഞാൻ നേരെ മൊത്തത്തിൽ കണ്ടിട്ടില്ല. അയ്യോ ഇത് വാങ്ങിക്കുന്നവനൊന്ന് കാണണമല്ലോ എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ സ്റ്റാർ സിംഗറിലേക്ക് വരുന്നത്. ഈ വരുമ്പോൾ നമുക്കിപ്പോൾ വീട്ടിലിപ്പോൾ എൻ്റെ കുടുംബത്തുള്ള ഏതെങ്കിലും പിള്ളേർ പാടിയാൽ ഞാൻ എങ്ങനെ പറയുമോ അതുപോലാണ് ഞാൻ അവരുടെ അടുത്ത് റിയാക്ട് ചെയ്യുന്നത്. എന്തു ഈ പാടിയത്, ആ സംഗതി എവിടെ, എന്തിനാ ഇങ്ങനെ പാടുന്നത്, ഇതൊക്കെ നമ്മളത്ര അവരുമായിട്ട് അടുപ്പമുള്ളതുകൊണ്ടും അല്ലാതെ ഞാൻ അവിടെ നിന്ന് ഉസ്താദ് കളിക്കാനല്ല. പക്ഷെ ഈ കണ്ട ജനങ്ങൾ വിചാരിച്ച് ഞാൻ ഒരു അഹങ്കാരിയും. പക്ഷെ അങ്ങനെയല്ല, അതാ പറഞ്ഞത് ഇപ്പൊ റിയാലിറ്റി ഷോകളെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത് ശരത്തിന്റെ കമന്റ്സ് കേൾക്കാൻ. അതെ, അല്ല ആദ്യം അത് പിന്നെ ഇത് ആദ്യത്തെ പറഞ്ഞ കമന്റ്സ് കേട്ടത് മുഴുവൻ എൻ്റെ അച്ഛനും അമ്മയും മൊത്തം അച്ഛന് വിളിയായിരുന്നു. ചില്ലറ തവണ ഞാൻ വിചാരിക്കുന്ന അച്ഛന് എന്തോ ജലദോഷം വന്നിട്ട് തുമ്പാന്ന്. അതല്ല, ഈ ജനങ്ങളെല്ലാം കൂടെ പൊങ്കാലയിട്ടിട്ടേ എൻ്റെ അച്ഛനും അമ്മയും തെരുവിളിയുടെ അഭിഷേകമായിരുന്നില്ല, ഒരു ബബിൾ കോഞ്ചാവട്ടെ അന്ന് അതും ഉണ്ടായിരുന്നു. ഞാൻ എന്താ ഈ പാടിയത്, എന്തുവാ കുട്ടാ എന്നൊക്കെ ചോദിച്ചിട്ട് വേറൊരു സെറ്റപ്പായിരുന്നു അത്. പിന്നെ എൻ്റെ മോള് കുഞ്ഞാവള്, അപ്പോൾ അവള് പറഞ്ഞു അച്ഛൻ ബാഡമ്മ, അച്ഛൻ ബാഡമ്മ. അവള് കുഞ്ഞും അങ്ങനെ ചവച്ച് കാണിച്ചപ്പോൾ അപ്പോൾ അതൊരു വൃത്തികെട്ട സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അന്ന് ഞാൻ ബബിൾഗം എടുത്ത് കളഞ്ഞു. അത് ചുമ്മാ ഉറങ്ങാതിരിക്കാൻ വേണ്ടി വായിലിട്ടിരുന്നതാണ്. അത് പിന്നെ ബബിൾഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഞാൻ. എനിക്കിപ്പോൾ നമ്മളിരിക്കുമ്പോഴും നമുക്ക് നമ്മുടെ പിള്ളേരെടുത്ത് പറഞ്ഞു ആ സ്നേഹത്തോടെയാണ് അതാണ് കുറച്ചും കൂടെ അവർക്ക് മനസ്സിലാവുന്നത്. റിയാലിറ്റി ഷോകളെ ജനപ്രിയമാക്കുന്നതിൽ ശരത്ത് പങ്കുവഹിച്ചു. അതുപോലെ തന്നെ ശരത്ത് എന്ന സംഗീത സംവിധായകനെ ഓർമ്മപ്പെടുത്തുന്നതിൽ റിയാലിറ്റി ഷോസും. തീർച്ചയായിട്ടും പലരും ഞാൻ മരിച്ചുപോയി എൻ്റെ സ്മാരകം എവിടാന്നൊക്കെ ചോദിച്ചവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് സത്യം അതാണ്. ഇത് റിയാലിറ്റി ഷോ കൊണ്ട് എനിക്കുണ്ടായത് എൻ്റെ പാട്ടുകളോ ഇതൊക്കെ ഈ അണ്ണാച്ചി ചെയ്തതാണോ എന്നറിയാം. ഇപ്പോൾ മലയാണെങ്കിലും ഒക്കെ ആണെങ്കിലും അറിയുന്നത് പാട്ട് കേൾക്കാനാണ് ഇമ്പമുണ്ടാവുക, പക്ഷെ ഇപ്പോൾ കണ്ടാണ് പലരും അത് വിലയിരുത്തുന്നത്, കാഴ്ചകളിലൂടെ. ആ കാലം അത്ര ശരിയായ പോക്കാണോ? ഈ നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പണ്ടേ പറയാറുണ്ട്. അതാണിപ്പോൾ ഒരു എന്താ പറയുക, ഒരു വിഷ്വൽ ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു നല്ല കോമ്പസിഷൻ ആണെങ്കിൽ പോലും അതിനൊരു എന്തെങ്കിലും ഒരു സപ്പോർട്ടീവ് വിഷ്വൽ ഇല്ലെങ്കിൽ ജനങ്ങളത് കാണത്തില്ലെന്ന്. ഒന്നാമത് ക്ഷമയില്ല മനുഷ്യർക്കൊരു 5 മിനിറ്റ് പാട്ടൊന്നും പറ്റത്തില്ല ഇപ്പോൾ. കാര്യം എല്ലാം ഈ റീലിട്ട് ഇങ്ങനെ വീന്ന് തട്ടി ഒരു 1.5-2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അതാവുക. അപ്പോൾ അത് അവരെ ഒന്ന് പിടിച്ചെടുത്തണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവരിൽ ഒരു എന്താ പറയുക, ഈ ആ ഞരമ്പുകളിലേക്ക് കയറുന്ന ഒരു സംഭവം കിട്ടണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു നിവൃത്തിയല്ല. അത് മാത്രമല്ല ഈ വൈറൽ കണ്ടന്റ് എന്ന് പറഞ്ഞ് പിന്നെ അത് ഒരു പാസിംഗ് ക്ലൗഡ് പോലെയാണ്, പിന്നെ നമ്മൾ കേൾക്കത്തില്ല. ഇപ്പോൾ ഒരു ശംഖുപുഷ്പം കണ്ടെഴുതുമ്പോഴും നാദബ്രഹ്മത്തിന് സാഗരം പോലെ അത് വൈറലാണ് ഇന്നും. അത് കാര്യം അതിനകത്ത് സോളുണ്ട്. ഈ സോളില്ലാതെ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ടി വന്ന് വൈറലായി പോകുന്നത് അതങ്ങ് പോവും. പിന്നെ അത് കേൾക്കത്തില്ല. നമ്മൾ എത്രയോ വൈറൽ പാട്ടുകൾ ഇപ്പോൾ നമ്മൾ കേൾക്കാറില്ല. കാരണം അത്രേ ഉള്ള ആയുസ്. പുതിയ കാല പാട്ടുകാരെ കുറിച്ച് കൃഷ്ണരാജെ, പുതിയ തലമുറയുള്ള പാട്ടുകാർ അവരൊക്കെ നന്നായിട്ട് പാടുന്നവരാണ്. പിന്നെ ചിലർക്കൊരു അതൊരു ഫോക്കസ് കുറവെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അവരുടെ അടുത്തൊക്കെ പുതിയ തലമുറയുടെ അടുത്ത് ഒറ്റ കാര്യം പറഞ്ഞു, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളെയൊക്കെ ഉസ്താദുകൾ പല സ്ഥലത്തും വിളിച്ചൊക്കെ ഇരിപ്പുണ്ട്. അപ്പം നമുക്കൊരു മ്യൂസിക് ഡയറക്ടർ നിങ്ങളെ പാടാൻ വിളിക്കും, നിങ്ങൾ പോയി കൃത്യമായിട്ട് അത് ആ സമയത്ത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ ഒരു 150 പേര് പാട്ടുകാരുണ്ട് ഇവിടെ. കാര്യം പാട്ടുകാരെ മുട്ടിയിട്ട് നടക്കാൻ വയ്യ കേരളത്തിൽ. ഒരു തെരുവിൽ 36,000 പാട്ടുകാരൻ കണ്ട. അപ്പോൾ അത് മനസ്സിലാക്കുക. നമ്മളെത്രത്തോളം നന്നായി പ്രാക്ടീസ് ചെയ്യുന്നു നമ്മൾ എക്സൽ ചെയ്യും. ഇപ്പോഴും ദാസേട്ടൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് അതിൻ്റെ വല്ല കാര്യമുണ്ടോ? ഇനി എന്തെങ്കിലും നേടാനുണ്ടോ? 60,000 പാട്ടിന് മേളിൽ പാടിയ മനുഷ്യനാണ്. ഇപ്പോഴും ഇരുന്ന് പാടുക, പുതിയ രാഗങ്ങൾ പഠിക്കുക. അപ്പോൾ അതാണ് ആ ഒരു ഫോക്കസ് ഉണ്ടായാൽ എല്ലാ കുഞ്ഞുങ്ങളും സൂപ്പറായിരിക്കും. വീണ്ടും നമ്മൾ സിനിമയിലേക്ക് വന്നാൽ ഈ തമിഴിൽ 180 നീ കോരിനാൽ അത് 10 വർഷമായി. പക്ഷെ ഇപ്പോഴും കേൾക്കുമ്പോൾ ഒരു റിഫ്രഷ്മെന്റ് മൂഡാണ് അതിന്. ആ പാട്ട് എങ്ങനെയാണ് അതിൻ്റെ മ്യൂസിക്കിലേക്ക് വന്നത്? അതിൻ്റെ ഡയറക്ടർ ജയേന്ദ്ര എന്ന് പറഞ്ഞിട്ട് വളരെ നല്ല മനുഷ്യൻ. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ശ്യാം സാറൊക്കെ ഒരു ക്വാളിറ്റിയുള്ള മനുഷ്യരാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മാത്യു പോർ അതിലൊരാളാണ് ജയേന്ദ്ര സാർ.
ഒരു നല്ല ക്വാളിറ്റിയുള്ള മനുഷ്യനാണ്. നല്ല ഒരു അധികം ഒന്നും സംസാരിക്കത്തേ സാർ, എല്ലാ ആംഗ്യവും ഇങ്ങനെ ചൊറിഞ്ഞൊക്കെ കാണിക്കത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലായിക്കണം അദ്ദേഹത്തിന് ട്യൂൺ ഇഷ്ടപ്പെട്ടില്ലെന്ന്. അങ്ങനെ ഒരാളാണ്. അപ്പോൾ അത് അദ്ദേഹം ഒരു ലവ് സീക്വൻസ് പറഞ്ഞു. അതിൽ ഈ തനനനനനന എന്നൊരു പാട്ട്, നീ ഗോറിനാഥ്, അതാണ് അതിന് ഭീകര ഹിറ്റ്. ഇപ്പോൾ ഈ ഒരു പാട്ടിൻ്റെ സിറ്റുവേഷൻ പറയുമ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരു സർപ്രൈസ് കൊടുത്ത് പല സാധനങ്ങളും ക്ലൂ ആണ് പാട്ടിൽ. അവസാനം ഒരു മൂട്ടൻ കാറ് നിൽക്കും, കാറിൽ കയറി പോകുന്നുള്ള ഐറ്റം പറഞ്ഞപ്പോൾ എനിക്ക് അത് അതിനകത്ത് ഒരു ഉഗ്ര സിറ്റുവേഷൻ. ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു ധാരണയില്ല. ഇപ്പം ഞാൻ ട്രിവാൻഡ്രത്തുനിന്നോ കൊച്ചിയിൽ എവിടെ നിന്നാന്ന് അറിഞ്ഞൂടാ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫിൽ പറന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ക്രാഫ്റ്റ് അപ്പോഴാണ് തോന്നുന്നത് മേപ്പോട്ട് വിട്ട നീ പറഞ്ഞാൽ വേളിലാണല്ലോ തെറ്റിപ്പോയി പാടിയത്. ഇതെല്ലാം അതൊരു ഫ്ലറിഷ്. പിന്നെ ഞാൻ താഴെ കൊണ്ട് വെച്ചിട്ടുണ്ട്, കാര്യം ഫ്ലൈറ്റിൻ്റെ ഇന്ധനം തീരും, അത്രയും പറക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പം ഈ ഒരു ഫ്ലൈറ്റിലിരുന്നപ്പോൾ ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫിൽ എനിക്ക് തോന്നിയതാണ് ഈ സാധനം. അതിങ്ങനെയൊക്കെ ചില സംഭവിക്കും. മഴയെ എന്നുള്ള പാട്ട് എനിക്ക് അതിൻ്റെ ഡയറക്റ്റ് രേവതി എന്നെ വിളിച്ച്, എടാ ഇങ്ങനെയാണ് സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞത്. അത് ഇച്ചിരി കുറച്ച് ആണത്തമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് രേവതി. അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കാറ് തിരിച്ചു വരുമ്പോൾ അന്ന് ചെറിയൊരു ഡ്രിസിലിങ്. അപ്പോൾ എനിക്ക് അപ്പം തോന്നിയാണ് മഴയേ. ഞാൻ എൻ്റെ മൊബൈലെടുത്ത് അപ്പോഴേ ഇത് പാട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചു. ആട്ടോ വന്നിട്ട് നേരെ വിനുവിനെ വിളിച്ചിട്ട് വാടാ ഒരു പാട്ട് റെഫ് ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്തതാണ്. അതൊക്കെ അങ്ങനെ സംഭവിക്കുന്നതാണ്. മഴയേ നീരിൻ തിരയേ വാനം തെളിക്കും കവിതൈ തുളിയേ മേഘത്തിൻ സിരിപ്പൊലിയേ നീലവാനമേ ഒരു തരിയില്ലാമൽ നീരിൻ നൂലിൽ വഴയനും சேலை நெய்ததே இந்த நீரில் பாலவானும் மண்ணை இணைக்கிறதே இயற்கை அழகே. ഇത് മഴ. കാര്യം ഇതിങ്ങനെ ചുമ്മാ മഴയെ നീരിൻ തിരയെ. കാര്യം ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റാണ് നമ്മൾ ആ ഒരു പാട്ടിനെ എന്താണ് പറഞ്ഞത് കുറച്ചും കൂടെ ചന്തമാക്കി നിർത്തുന്നത്. അത് ചിലപ്പോൾ ഈ കേൾക്കും ഇതെന്തൊരു ട്യൂണഡേ എന്ന് തോന്നും, പക്ഷേ ഞാനത് നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അത് അറേഞ്ച്മെൻറ്റും കൂടെ ഉണ്ടെങ്കിൽ ഇമാതിരിയുള്ള പാട്ടുകൾ, കാര്യം ഇത് അങ്ങനെ പാക്കിംഗ് ഉണ്ടെങ്കിൽ ഇത് സൂചിക്കത്തുള്ളൂ. അതുകൊണ്ട് പറഞ്ഞത്, അല്ല ചുമ്മാ നിങ്ങൾക്കെല്ലാം ബോറടിക്കും. ശരി, അപ്പോൾ എണീറ്റ് പോകുമ്പോൾ അതാ കൃഷ്ണരാജ്. ഇല്ലല്ല, അപ്പോൾ ആ ഈ സംഗീത സംവിധാനത്തിൻ്റെ തുടക്കകാലത്തും ഇപ്പോഴുള്ളൊരു വ്യത്യാസം എന്താണ്? അപ്പോൾ ചില പാട്ടുകൾ നമ്മൾ എഴുതിയ ശേഷം ട്യൂൺ ചെയ്യാറുണ്ട്, ചിലത് മ്യൂസിക്കിൽ നിന്ന് വരികളാകാറുണ്ട്. ഇല്ല, അത് രണ്ടും എനിക്കിഷ്ടമാണ്. ട്യൂണിട്ടാണെങ്കിലും വരികൾക്ക് കമ്പോസ് ചെയ്യുകയാണെങ്കിലും അത് കുറേ ഇഷ്ടമാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ ONV സാറിന് വേണ്ടി സാറിൻ്റെ മകനും സാറിൻ്റെ മകൻ്റെ ഫ്രണ്ട് കബീറും ഒക്കെ ചേർന്ന് പാടിയ ഒരു കാസറ്റ് ഉണ്ട്. അന്ന് കാസറ്റാണല്ലോ. അപ്പോൾ അതിൽ ഒരു 4 പാട്ട് ഞാൻ സാറിന് ട്യൂൺ കൊടുത്തപ്പോൾ സാറ് അസാധ്യമായിട്ടും ഇത് ONV സാറിൻ്റെ നമുക്ക് അതിനെപ്പറ്റി പറയാനൊന്നും നമ്മൾ ഒട്ടും അർഹരല്ല എങ്കിലും. അപ്പോൾ സാർ എനിക്കൊരു പാട്ട് ഇങ്ങോട്ട് എഴുതി തന്നു, ഇത് ശരത്ത് കുറച്ച് സമയമെടുത്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് സാറ് തന്നു. അപ്പോൾ സാർ എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നുണ്ട്, ഷൊർണൂരിൽ. ഇപ്പോൾ ഈ ലിറിക്ക് കിട്ടി ഞാനൊരു അരമണിക്കൂർ സാറിൻ്റെ റൂമിൽ പെട്ടിയും കൊണ്ട് പോയി. അപ്പോൾ പറഞ്ഞു, എന്താ ശരത്ത്? ഞാൻ പറഞ്ഞു, സാർ ഒന്ന് കേൾക്കാമോ? ഏത്? നമ്മൾ ഇപ്പം സാറ് തന്ന പാട്ട് ഇപ്പം അരമണിക്കൂറിലോ ഒന്ന് സാറ് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഇത് കേട്ട് നോക്കുന്നു. ഞാനത് പാടിക്കൊടുത്തു. സാറിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ കാര്യം വേറൊന്നുമല്ല, പാടൂ സൈകൾ പാടൂ, സോജ രാജകുമാരി പാടൂ, പാടി ഉറക്കൂ മന്ത്രഗഭീരം മധുരം ശാന്തം. അത് അങ്ങനെയാണ് പാട്ട്, കുറച്ച് സീരിയസ് പാട്ടാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഞാൻ ചെയ്യുന്നത് പാടൂ സൈകൾ പാടൂ സോജ
രാജകുമാരി പാടൂ. അത് ഒറിജിനൽ ആ ട്യൂൺ തന്നെയാണ്. ഇത് രണ്ടും കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്നതിനെ ഞാനങ്ങ് ബന്ധിപ്പിച്ച്. ഒറിജിനൽ സോജ രാജകുമാരി സോജ അതേ ട്യൂണാണ്. സോജ അത് തന്നെ താനീ ആ ലൈൻ വന്നപ്പോൾ അതേ ട്യൂണിനകത്ത് ആക്കി കൊടുത്തപ്പോൾ സാർ ആകെ അതിന് ശേഷം പിന്നെ ബിൽഡപ്പാണ്. അതൊരു ഡിഫറെൻറ്റ് രാഗമാണ്. അപ്പോൾ അത് സാറ് ഇങ്ങനെ വളരെ ഇമ്പ്രസ്ഡായി, സാറിന് കുറേ സന്തോഷമായി. പിന്നെ സാർ എപ്പോഴും പറയും ശരത്തിൻ്റെ ട്യൂണിൽ മലയാളമുണ്ട്, പറയൂ നിൻ ഗാനത്തിൽ നുകരാത്ത തേൻ്റെ മധുരം എഴുതി എങ്ങനെ വന്നു എന്നുള്ളത് സാർ ദാസന് വേണ്ടി എഴുതിയതാണോ എന്ന് ചോദിച്ചു. അങ്ങനെ വെക്കാം. അപ്പം അതല്ല അതിൻ്റെ യഥാർത്ഥ അവസ്ഥ. പക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്ക് ദാസന് വേണ്ടി എഴുതിയതുപോലാണ് നമുക്ക് തോന്നുമ്പോൾ ONV സാറും കൂടെ അങ്ങനെ പറഞ്ഞപ്പോഴേ അങ്ങനെയും വെക്കാം. ഒരു നിശയുടെ മടിയിൽ നീ വന്ന് പിറന്നൊരാ നിമിഷത്തിന് ധന്യതയാരോ, പറയൂ നിൻ ഗാനത്തിൽ നുകരാത്ത തേനിൻ്റെ മധുരിമ, അങ്ങനെ ഒന്ന് ഗാനഗന്ധർവന് വേണ്ടി ഡെഫിനറ്റായിട്ട് അത് മാച്ചാണ്. അങ്ങനെ വയ്ക്കാൻ ONV സാറിന് പറഞ്ഞതാണ്. വളരെ സന്തോഷം. എഴുതിയ പാട്ടുകൾ ഇപ്പോൾ ആണ്ടേലുണ്ട്. നമ്മുടെ P. ബാലേന്ദ്രൻ, അദ്ദേഹത്തെ പറയാതിരിക്കാൻ വയ്യ, ഒരു ഭീകര മനുഷ്യൻ. ഇപ്പോൾ രാജുവേട്ടൻ്റെ കൂടെ ഒരു എന്താ പറയുക, ഒരു ബലങ്കയായിരുന്നു ബാലേട്ടൻ. എപ്പോഴും ഉണ്ടെങ്കിൽ എന്താണെങ്കിലും രാജുവേട്ടൻ വിളിച്ച് സംശയങ്ങൾ ചോദിക്കുകയും കൂടെ നിർത്തിയൊക്കെ ചെയ്യുന്ന ഒരു പണ്ട് മുതലേ എനിക്ക് അറിയാം ബാലേട്ടൻ. അപ്പോൾ ബാലേട്ടൻ്റെ ഫിലിമായിരുന്നു ഇവൻ മേഘരൂപൻ. അപ്പോൾ അതെൻ്റെ അടുത്ത് സിറ്റുവേഷൻ പറഞ്ഞു തന്നേരാ. അത് അവിടുത്തെ ഒരു ഗ്രാമപ്രദേശത്തിൽ പോകുമ്പോൾ ഒരു ആ പെണ്ണ് പാടുന്ന കേൾക്കുമ്പം ഇദ്ദേഹമാണെങ്കിൽ ഇച്ചിരി സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്. അത് കേൾക്കുമ്പോൾ ഇദ്ദേഹം ആകൃഷ്ടനാവണം. ആ വിധത്തിലൊരു സംഭവമാണ് വേണ്ടത്. ആ റാന്തൽ വെളിച്ചത്തിൻ്റെ മുമ്പിലിരുന്ന ഒരു സ്ത്രീ പാടുന്നത്. അപ്പോൾ അതിന് സ്കോപ്പ് വേണമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ബാലേട്ടൻ അങ്ങനെ വേണ്ട എന്ന് ഇങ്ങോട്ടൊക്കെ പാടിയിട്ടേ ഇങ്ങനല്ല, നീ നിൻ്റെ ഒരു സാധനം എനിക്ക് വേണ്ടത്. അങ്ങനെയാണ് ഈ ആണ്ടലോണ്ടെ ചെയ്യുന്നത്. അപ്പോൾ ആണ്ടലോണ്ടെ ചെയ്തിട്ട് ട്യൂണാണ് ചെയ്തത് കൊണ്ട് നമ്മുടെ കാവാലൻ സാറിൻ്റെ കൈ കൊടുത്തിട്ട് അതേ ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞ് ഞങ്ങൾ പോയി ലിറിക്ക് വായിച്ചു. അസാധ്യം. അത് സാറ് തന്നെ പാടും ഭീകരമായിട്ട്. അത് കേട്ടപ്പോൾ ആഹാ രസം. ആ പാട്ടൊക്കെ മേടിച്ച് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞാൻ ബാലേട്ടൻ ചോദിച്ചു, ബാലേട്ടാ ഈ ആണ്ടേലുണ്ടേട്ടാ അർത്ഥം വിട്ടായിരിക്കും. അങ്ങനെ ഞാൻ ചോദിക്കത്തില്ലായിരുന്നു. ആരും പറഞ്ഞുകൂടാ. അത് സാറിൻ്റെ എത്രയോ വാക്കുകൾ മലയാള ഭാഷയ്ക്ക് തന്നിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വമാണ് കാവാലൻ സാർ. അതുപോലെ അദ്ദേഹത്തിൻ്റെ എനർജി അത്രയും വയസ്സായ കാലത്ത് നമുക്കൊന്നും അദ്ദേഹത്തിനോട് പിടിച്ചിരിക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ സംസാരവും ആക്ഷൻ അസാധ്യം. അതൊക്കെ കാര്യം അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യുന്നത് ഒരു മഹാഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ്. അപ്പോൾ ഇനി ഒരു ഓണപ്പാട്ടാവാം. പിന്നെന്താ, ഉറപ്പായിട്ടും ഞങ്ങളുടെയൊക്കെ ഓണം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് ദാസേട്ടൻ്റെ തരങ്ങളി കാസറ്റിൻ്റെ കൂടാണ് ഓണം. കാര്യം ഓണം ഇപ്പോൾ കാസറ്റ് എത്ര പാട്ടുകൾ. അപ്പോൾ ദാസേട്ടൻ വന്നോ എന്നാണ് മഹാബലി വരുന്നതിന് മുമ്പേ നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആൽബത്തിലൊരു പാട്ട്, തരങ്കണി കാസറ്റിലൊരു പാട്ട്, രവീന്ദ്ര മാസ്റ്ററിൻ്റെ ബ്യൂട്ടിഫുൾ സംഗീതം പറയേണ്ട കാര്യമില്ല. പിന്നെ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ വണ്ടർഫുൾ രചന, പിന്നെ ദാസേട്ടൻ്റെ അതിഭീകര ആലാപനം. അപ്പോൾ അത് പാടിത്തരാം ഓണവുമായിട്ട് ബന്ധമുള്ള. തിരുവോണത്തിൻ കോടിയുടുക്കാൻ കൊതിക്കുന്നു തെരുവിൻ മക്കൾ, തിരുവോണത്തിൻ കോടിയുടുക്കാൻ കൊതിക്കുന്നു തെരുവിൻ മക്കൾ. അവർക്കില്ല പൂമുറ്റങ്ങൾ പൂനിരത്തുവാൻ, വയറിൻ്റെ രാഗം കേട്ട് മയങ്ങുന്ന വാമനന്മാർ. അവർക്കോണക്കോടിയായി നീ വാ 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 ഉത്രാടപ്പൂനിലാവേ വാ. മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ 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 ഉത്രാടപ്പൂനിലാവേ വാ. ഓർമ്മയിൽ ഓടിയെത്തുന്ന ഒരു ഓണം. കാര്യം ഇപ്പം ഈ പ്രധാനമായിട്ട് ഇപ്പോൾ ഓണം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഓണം വൈബ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം. ഞാൻ കേരളത്തിൽ ആയിരുന്നല്ലോ. ആ ഓണച്ചന്തയും ഈ ഓണക്കാലി, ഈ പുലികളി, കരടികളി, ഇങ്ങനെയുള്ള എത്രയോ കളികളുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് കൊല്ലത്തൊക്കെ കരടികളിയാണ്. അപ്പോൾ അത് ഓണവുമായിട്ട് ബന്ധപ്പെട്ട പല ഐറ്റങ്ങൾ. പിന്നെ നമ്മുടെ
വിഭവസമൃദ്ധമായിട്ടുള്ള ചാപ്പാട് അത് പ്രധാനമായിട്ട് പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് വളരെ ചെറുപ്പത്തിൽ മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ അപ്പോൾ വലിഞ്ഞ് വലിയ പട്ടിണി ദുരിതമൊക്കെ ആയിരുന്നിരിക്കും എന്ന് ഞാൻ അമ്മയോട് ചോദിച്ചിട്ടുണ്ടോ അങ്ങനെയോ ഒന്നുപോലെ ഇരിക്കുമായിരുന്നു അമ്മ എല്ലാവരും പട്ടിണി ആയിരുന്നോ ഇല്ല മക്കളെ ഒന്നൊന്നും അക്കം പോലല്ല ഒന്നുപോലെ എല്ലാവരും ഒത്തുമയോടെ എല്ലാവരും സമമായിട്ട് അതുകൊണ്ടല്ല നമ്മൾ എല്ലാവരും കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന് പറയുന്നത് അതുകൊണ്ടല്ല അപ്പോൾ അത് എല്ലാവരും സമമായിട്ട് അത് എൻ്റെയൊക്കെ ആഗ്രഹമാണ് എല്ലാവരും ഈക്വലായിട്ട് ഒരു കാര്യത്തിൻ്റെ പുറത്തും അടിയാവാണ്ട് മനുഷ്യർ തമ്മിൽ തല്ലി പ്രോബ്ലം ഉണ്ടാക്കുക അതെല്ലാവരും സ്നേഹത്തോടെ ജീവിക്കുന്ന അതാണ് ഓണം എന്നെ സംബന്ധിച്ചിടത്തോളം അർത്ഥത്തിൽ. ചെറിയൊരു കൗതുകത്തിന് വേണ്ടി ഒരു ചോദ്യമാണ് ഈ SHARRETH എന്താണ്? സാധാരണ ശരത്തിൻ്റെ സ്പെല്ലിംഗ് അതല്ല. നമ്മൾ സാധാരണ ശരത്തെന്ന് എഴുതി ഇപ്പോൾ ഇത് ചോദിക്കുമോ? അത്രേ ഉള്ളൂ, വെരി സിമ്പിൾ. അല്ല അത് ന്യൂമറോളജി വെച്ചൊക്കെ സെറ്റ് ചെയ്ത് തന്നതാണ്. അത് തുടക്കം പോലെ അങ്ങനെ SHARRETH എന്ന് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ്. പിന്നെ ഈ RR ഇടയ്ക്കുണ്ട്, റീ റെക്കോർഡിംഗ് എന്നും ഉണ്ട്. അങ്ങനെ പശ്ചാത്തല സംഗീതമൊക്കെ കിട്ടുമെന്നൊക്കെ വിചാരിച്ചു. അതോടെ ഇട്ടതോടെ അതുമില്ല. ഏതായാലും വളരെ സന്തോഷം. ചിരിപ്പിച്ച് മനസ്സ് തുറന്നു പറഞ്ഞ് വിശേഷങ്ങൾ പങ്കുവച്ചു. അതെ, വലുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, കുറച്ച്. അപ്പോൾ കൃഷ്ണരാജിനെ കണ്ടതിൽ കുറേ സന്തോഷം. നമ്മുടെ ജനം TV പ്രേക്ഷകർക്ക് എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെ വക ഓണാശംസകൾ. എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ എന്താ പറയുക, ഒരു ശുദ്ധ സംഗീതം നമ്മുടെ മനസ്സുകളിൽ എത്രത്തോളം സമാധാനം സന്തോഷം തരുമോ അതുപോലെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. തകർക്ക്.